ഗിരിനിരകൾ തൻ മടിയിലായങ്ങനെ പൂമാലയെന്നൊരു വിദ്യാലയം മരുവുന്നു നാടിനഭിമാനമായി മനവും മിഴിയും നിറഞ്ഞു തന്നെ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള മനോഹരമായ പ്രദേശമാണ് പൂമാല. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജനകീയ വിദ്യാഭ്യാസ ഇടപെടലുകൾ ഈ പ്രദേശത്തിന് ആകെ കരുത്തു പകരുന്നതാണ്. ഈ വിദ്യാലയത്തിന്റെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 89% ട്രൈബൽ മേഖലയിൽ നിന്നും വരുന്ന കുട്ടികളാണ്. രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ചേർത്ത് നിർത്തി പ്രയാണം തുടരുന്ന ഈ വിദ്യാലയം ഇന്ന് അന്താരാഷ്ട്ര സംഘടനയായ യുണിസെഫിന്റെ ശ്രദ്ധയും അംഗീകാരവും നേടിയെടുത്തിരിക്കുന്നു. രാത്രി വിദ്യാലയം സ്കൂൾ ചരിത്രത്തിലെ ഏറ്റവും മികവാർന്നതും വേറിട്ട് നിൽക്കുന്നതുമായ ഒരു പ്രവർത്തനമാണ് രാത്രി വിദ്യാലയം. മുഴുവൻ കുട്ടികളും 10ാം ക്ലാസ് പാസ്സാവുക എന്ന ലക്ഷ്യത്തോടെ 2008 തുടങ്ങിയ പദ്ധതിയാണിത്. മെന്റർ മാപ്പിംഗിലൂടെ കണ്ടെത്തിയ കുട്ടികൾക്ക് തങ്ങളുടെ പ്രാദേശിക പരിസരത്ത് പഠന സാധ്യത ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4-5 മിനിറ്റിൽ വന്നെത്താവുന്ന പൊതു ഇടങ്ങൾ, ഊരു വിദ്യാകേന്ദ്രങ്ങൾ, അംഗനവാടികൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ പ്രദേശത്തെ വിദ്യാഭ്യാസം ആർജിച്ചവരെ ഉൾപ്പെടുത്തി പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. രാത്രി വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ഇത്തരം ഒരുമിച്ച് ഗ്രൂപ്പായിട്ടിരുന്നുള്ള പഠനത്തിലൂടെ അവരുടെ പഠന മികവ് ഉയർത്താനും അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനും ഉത്സാഹത്തോടെ പഠിക്കാനും ഒക്കെയുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. അത് നല്ല ഒരു പഠന പ്രവർത്തനമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതോടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയും ശക്തിപ്പെട്ടു. ഗോത്ര കലാപരിശീലനം, സാങ്കേതികവിദ്യ പരിശീലനങ്ങൾ തുടങ്ങി വൈവിധ്യത്തിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ചുരുക്കത്തിൽ പ്രദേശത്തെ വികസന കേന്ദ്രങ്ങളായി പ്രാദേശിക പഠനമുറികൾ മാറ്റപ്പെട്ടു വന്നു. രാത്രി വിദ്യാലയം ശക്തിപ്പെട്ടു. ഇതിന്റെ വിജയം അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാതിരുന്ന കുട്ടിയും പഠന മികവിലേക്കായി. 6 മണി മുതൽ 8 മണി വരെ ഇത് പ്രവർത്തിക്കുന്നു. വൈദ്യുതി എത്തിക്കുന്നതിനും ലഘുഭക്ഷണം ഒരുക്കുന്നതിനും വിവിധ സംഘടനകളുടെ അടുത്ത് രക്ഷിതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു. അങ്ങനെ സ്കൂൾ സമൂഹത്തിലേക്കും സമൂഹം സ്കൂളിലേക്കും കൈകോർക്കുന്നു. ഇത്തരത്തിൽ വേറിട്ട പ്രവർത്തനത്തിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് കേവലം പഠനം എന്നതിനപ്പുറം കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന് അടിത്തറ പാകുകയാണ് പൂമാലയിലെ ജനങ്ങളുടെ മാതൃകാ വിദ്യാലയം. കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണം വീടുകളിലെ അരക്ഷിതാവസ്ഥയാണ് എന്ന തിരിച്ചറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് കേരള ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും PTA നേതൃത്വത്തിൽ രൂപം കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ് അരുത് സുരക്ഷാ ക്യാമ്പയിൻ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ലഹരി ഉപയോഗത്തിന്റെ ദോഷവശങ്ങൾ, കുടുംബത്തിലെ ഒത്തൊരുമയുടെ പ്രാധാന്യം എന്നിവ ഫ്ലാഷ് മോബ്, സെമിനാറുകൾ, റോഡ് ഷോകൾ തുടങ്ങിയവയിലൂടെ സംഘടിപ്പിക്കുന്നു. മറ്റൊരു പദ്ധതിയാണ് വിദ്യാഗ്രാമം പദ്ധതി. ഗോത്രമേഖലയിലെ കൊഴിഞ്ഞുപോകുന്ന വിദ്യാർത്ഥികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനും അവരുടെ സാമൂഹിക, സാമ്പത്തിക, വൈജ്ഞാനിക ശാക്തീകരണം ഉയർത്തുന്നതിനും വേണ്ടി തിരഞ്ഞെടുത്ത സ്കൂൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവരെ ഗുണഭോക്താക്കളാക്കി നടത്തിവരുന്ന പദ്ധതി. ക്രാഫ്റ്റ്, ആർട്ട്, പരമ്പരാഗത കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ, LED ബൾബ് എന്നിവ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകി സ്കൂൾ ഒരു പ്രൊഡക്ഷൻ സെന്ററായി പ്രവർത്തിക്കുന്നു. സ്കൂളിലെ പ്രൊഡക്ഷൻ സെന്ററാണ്. എൻ്റെ പേര് മിനി. എൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങളിത് നിർമ്മിച്ച് വിൽക്കാറുണ്ട്. ഞങ്ങൾ പോലെ അമ്മമാർക്ക് ഇത് നല്ല വരുമാന മാർഗമാണ്. ഊരു മൂപ്പന്മാരുടെയും പ്രൊമോട്ടർമാരുടെയും PTA സഹകരണത്തോടെയാണ് ഇത് വിജയകരമായി പ്രവർത്തിക്കുന്നത്. മേഖലയിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇത്. ഇവിടെ സാധാരണക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ ഇവിടെ തുടങ്ങിയ ഒരു പ്രൊഡക്ഷൻ സെന്ററിലെ കുട്ടികൾ പ്രവർത്തനത്തിൽ നിരതരായിരിക്കുന്നുണ്ട്. അന്തിക്കൂട്ടം പദ്ധതി വിദ്യാലയത്തിന് സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ്. അന്തിക്കൂട്ടം വിവിധ ഊരുമൂപ്പന്മാരും ആളുകളും സ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ച് കൂടുകയും
തനത് നൃത്തവാദ്യരൂപങ്ങളുടെ അവതരണവും പരസ്പരം പ്രശ്ന പരിഹരണത്തിനും സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അവസരം ഒരുക്കിക്കൊടുക്കുന്നു. PTA നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഈ അവതരണങ്ങളുടെ മികച്ചവ സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടക്കുന്ന PTA കലാമേളയിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവസരവും ലഭിക്കുന്നു. സുരക്ഷാ മാപ്പിങ്ങും മെന്റർ മാപ്പിങ്ങും സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പരിചയപ്പെട്ട മാപ്പ് വീട്ടിൽ നിന്നും സ്കൂൾ വരെയുള്ള സ്ഥലങ്ങൾ രേഖപ്പെടുത്തി സഞ്ചരിക്കുന്ന വഴിയിലെ അപായ സൂചനകൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പദ്ധതിയാണിത്. ഇതിനെ മുൻനിർത്തി പഞ്ചായത്തും ജനമൈത്രി പോലീസും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. പഠന പിന്നോക്കാവസ്ഥയിലുള്ള വിവിധ കഴിവുകളെ കൗൺസിൽ ടീച്ചർ കണ്ടെത്തി അവരുടെ മികച്ച പ്രവർത്തനം കൈവരിക്കുന്നവരാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനമാണ് മെന്റർ മാപ്പിംഗ്. കൂടാതെ 10ാം സ്റ്റാൻഡേർഡിലെ ഓരോ കുട്ടിയുടെയും പഠനം ഉറപ്പാക്കാൻ 2 കുട്ടികളെ ചേർത്ത് പിടിച്ച് ഓരോ അധ്യാപകനും ഇതിൽ ഭാഗമാകുന്നു. അമ്മക്കട കാടും മലയും താണ്ടി വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കുമായി സ്കൂൾ മാതൃസംഗമം വഴി നടത്തുന്ന കടയാണിത്. നാടൻ പലഹാരങ്ങളും കുട്ടികൾക്ക് അത്യാവശ്യമുള്ള സ്റ്റേഷനറിയും ഇവിടെ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനും സ്വന്തമായി ആശയങ്ങളിലൂടെ കടന്ന് പുതിയ സാങ്കേതികതയിലൂടെ സെൻസർ, 3D അനിമേഷൻ, ഡിജിറ്റൽ പ്രിന്റിംഗ് തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ വിവിധ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിലൂടെ വെറും പഠനം മാത്രമല്ല, അറിവ് നിർമ്മാണ പ്രക്രിയയും സാധ്യമാകുന്നു. തെറ്റായ അറിവുകളെയും നിഗമനങ്ങളെയും പരീക്ഷണങ്ങളിലൂടെ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടാവുന്നു. പ്രദർശനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നതിലൂടെ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് LED ബൾബ് യൂണിറ്റ് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും സംരംഭകത്വത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നതിനും സാധ്യമാകുന്നു. ഇത്തരത്തിൽ പൂമാല ഗ്രാമത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന ഈ പൈതൃക വിദ്യാലയം വിവിധ ഗോത്ര സമൂഹങ്ങളെയും വൈവിധ്യങ്ങളെയും കോർത്തിണക്കി അംഗീകാര മികവ് നേടി കരുത്തോടെ മുന്നോട്ട് പ്രയാണം തുടരുന്നു.